പ്രേക്ഷകർക്ക് മുന്നിലെത്തുകയാണ്. ഈ പകലിൽ നമ്മുടെ ചിന്തകൾക്കാധാരം കേരളം @70. ഈ യാത്രയിൽ ഇത്തവണ ഞങ്ങൾക്കൊപ്പം മുഖ്യ പ്രായോജകരായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സഹപ്രായോജകരായി ഇന്റർമണി. മലയാളികൾക്കും മനോരമ ന്യൂസിനും കോൺക്ലേവിനും ഒരുപോലെ പ്രധാനപ്പെട്ട വർഷമാണ് ഇത്. നമ്മുടെ കേരളം പിറന്നിട്ട് 70 വർഷം പൂർത്തിയാകുന്നു. മനോരമ ന്യൂസ് തുടങ്ങിയിട്ട് 20 വർഷം. മനോരമ ന്യൂസ് കോൺക്ലേവ് ആരംഭിച്ചിട്ട് which I think Malayalam Manorama has achieved. So congratulations for that also. When I landed yesterday in Kochi, of course, whenever you want to plan to visit Kerala, it is certainly a very happy moment for each and everyone. But as Minister for Civil Aviation, it is even more special. ഈ വെള്ളം ഒഴുക്കി കളയുന്നതിനൊപ്പം തന്നെ വെള്ളത്തെ എങ്ങനെ സംഭരിക്കാം, ആ ഒരു വൈവിധ്യമാണ് നമുക്ക് അഡ്രസ് ചെയ്യുന്നത്. അപ്പം മഴയുടെ പാറ്റേണിൽ ആ ഒരു ചേഞ്ച് കണ്ടു തുടങ്ങിയത് കഴിഞ്ഞ 10 വർഷത്തെ പ്രയാസപ്പെടുന്നവരെ സഹായിക്കണം. അതിന്റെ ഭാഗം ഏറ്റവും ലേറ്റസ്റ്റ് വന്ന വേർഡാണ് ESG, എൻവയറമെന്റൽ ആൻഡ് സോഷ്യൽ ആൻഡ് ഗവേണൻസ്. പ്രകൃതിയോട് നമ്മൾ നേരത്തെ കഴിഞ്ഞ നമ്മൾ പ്രകൃതിയോട് നമ്മൾ സ്നേഹിക്കണം, പ്രകൃതിയെ നമ്മൾ പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്യണം. പ്രകൃതി നിലനിൽക്കുന്ന ആ എൻവയറമെന്റൽ ഫ്രണ്ട്ലി ആയിരിക്കണം. സൊസൈറ്റിയോട് നമ്മൾ സ്നേഹിക്കണം. സൊസൈറ്റിയോടുള്ള എല്ലാ രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളും സൊസൈറ്റിയോട് സൊസൈറ്റിയിൽ പലതരത്തിലുള്ള ആൾക്കാർ, സാമ്പത്തികമായിട്ടുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, കാണാൻ കഴിയാണ്ട് കാണാൻ പറ്റുന്നവരുണ്ട്, കാണാൻ പറ്റാത്തവരുണ്ട്, പല രീതിയിലും ബുദ്ധിമുട്ടുണ്ട്, രോഗികളുണ്ട്, ആരോഗ്യവാന്മാരുണ്ട്. അപ്പോൾ ഈ സൊസൈറ്റിയെ നമ്മൾ താങ്കൾ ഈ കേരളത്തിന്റെ വ്യവസായ മേഖലയിൽ ഏറ്റവും കൂടുതൽ കാലം ഇരുന്നിട്ടുള്ള വ്യക്തിയാണ്. താങ്കൾക്കറിയാം കേരളത്തിന്റെ വളർച്ച എങ്ങോട്ട് പോകുന്നു. ആരെന്തൊക്കെ പറഞ്ഞാലും ഉള്ളിൽ താങ്കൾക്ക് അറിയാമായിരിക്കും. കേരളത്തിലെ അടുത്ത തലമുറയോട് നിങ്ങൾ കേരളം വിട്ടു പോകണ്ട, ഇവിടെ കൊള്ളാം, ഇത് നല്ലൊരു സ്ഥലമാണ്, കേരളം കൊള്ളാം എന്ന് ഒരു കാര്യം വെച്ച് പറയാൻ പറഞ്ഞാൽ അതെന്തായിരിക്കും? കൊള്ളാവുന്ന സ്ഥലമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കേരളീയർക്ക് മാത്രമല്ല, ലോകം മുഴുവൻ ഉള്ളവർക്കറിയാം. ഇത്
informed debates, diverse perspectives, and meaningful conversations on issues that will define our collective future. For much of India, the sea can seem distant, something beyond the shoreline. But for a maritime state like Kerala, the sea has always been part of its everyday life. Its history, identity, and prosperity have all been shaped by the oceans. Therefore, to stand before all of you today and speak about the oceans is for me a deeply humbling experience. After all, I have only spent over 4 decades at sea, but for the people of this state, the relationship with the sea goes back much further. അതുപോലെ ഈ അദ്ദേഹം പറഞ്ഞതുപോലെ യാഥാസ്ഥികമായിട്ടുള്ള ഒരു കുടുംബബോധമോ അങ്ങനെ ഏതൊരു സാധനമോ ഇതിന്റെ ടച്ചുണ്ട് ഇതിന്റെ ഹാർഡ്വെയർ നമുക്ക് മാറും. പക്ഷേ ഈ കുടുംബത്തിന്റെ സോഫ്റ്റ്വെയർ നമ്മളൊന്നും മാറാത്തതുകൊണ്ട് ഈ കുട്ടികൾ സംസാരിക്കുന്ന ഒരു ഭാഷ നമുക്ക് മനസ്സിലാവാതെ പലരും ഓപ്പൺ പറയുന്നതിനകത്ത് ഇവരെ കാണുമ്പോൾ വേറെ കുറെ ആളുകൾക്ക് എന്താ ഇവരെക്കാൾ ഭേദമാണ് ഞാൻ അങ്ങനെ ആ സുഖത്തിൽ കൂടെ ഇവരെ നമ്മൾ ഫോളോ ചെയ്യുകയും എനിക്കത് കൊച്ചി എന്ന് പറഞ്ഞ